ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി കുളിക്കട്ടെ. കുളിച്ചതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് എങ്ങനെയാണ് റെഡി ആവുന്നതെന്നൊക്കെ എല്ലാവർക്കും കാണിച്ചു തരാം. അപ്പോൾ ഒരു കാര്യം മറക്കരുത്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ഡ്രസ്സ്. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് തൃശ്ശൂർ പോയപ്പോൾ മേടിച്ച ഡ്രസ്സാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഇതാണ് ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇനി മുടി ഉണങ്ങണം. ഇപ്പോൾ കുളിച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഉണങ്ങാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡ്രയർ വെച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാമെന്ന്. ആക്ച്വലി ഞാൻ ഡ്രയർ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരു സമയത്ത് ഇടയ്ക്ക് യൂസ് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിൽ വന്നു. അപ്പോൾ അതിനുശേഷം ഞാനങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഇങ്ങനെയുള്ള അത്യാവശ്യ ഘട്ടങ്ങളിൽ നമുക്കിത് ഉപയോഗിച്ചേ പറ്റുള്ളൂ, ഉപയോഗിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മുടിയെല്ലാം ഉണക്കിയെടുത്തു. പിന്നീട് കണ്ണാടിയിൽ ഞാൻ എന്നെ തന്നെ നോക്കി ഷോ കാണിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഗൈസ്. കൊള്ളാമല്ലേ? അപ്പോൾ അങ്ങനെ ഫൈനലി മുടിയെല്ലാം ഉണങ്ങി കിട്ടി. ഇനി നമുക്ക് മേക്കപ്പിലേക്ക് പോകാം. ഇതാണ് എൻ്റെ മേക്കപ്പ് ബോക്സ്. ഇതിലെല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് VLCCയുടെ ഈ ഒരു ഫൗണ്ടേഷൻ പ്ലസ് സൺസ്ക്രീൻ രണ്ടും കൂടി വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇത് ആക്ച്വലി വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്രൊഡക്റ്റാണ്. കാരണം ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ലൊരു ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് മേക്കപ്പ് ഒന്നും ചെയ്യാൻ ഒരുപാട് സമയം കിട്ടിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് പോയാൽ പോലും നമ്മുടെ ആ ഫേസിലൊരു ഫ്രഷ്നെസ് എപ്പോഴും നിൽക്കും. അങ്ങനെയുള്ള നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ആക്ച്വലി ഒരു ഫൗണ്ടേഷൻ വരുന്നുണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഇടുമ്പോൾ നല്ലൊരു ഗ്ലോയും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റാണിത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഡോട്ട്സ് ആൻഡ് കീയുടെ ഒരു ഗ്ലിറ്ററാണ്. ആക്ച്വലി ഇത് നമ്മളൊരു ഫേസിൻ്റെ ചില ഏരിയാസിൽ നമുക്കൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിത് ചീക്സിലും അതുപോലെ മൂക്കിലും അങ്ങനെ എനിക്ക് തിളങ്ങാൻ താല്പര്യമുള്ള 1-2 സ്ഥലത്തെല്ലാം ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഇത് ഇങ്ങനെ ഫേസിലെല്ലാം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇത് ശരിക്കും നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. നമ്മൾ വെയിലത്തൊക്കെ ഇറങ്ങിക്കുകയാണെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും, നല്ലതായിട്ട് തിളങ്ങും, നല്ലൊരു ഷൈനിങ് ഉണ്ടാവും. അപ്പം ഞാനത് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ്. എപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ബ്ലെൻഡർ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് ആ കറക്റ്റ് ഫിനിഷിങ് കിട്ടും. അതിനുശേഷം ഞാൻ ഇതെൻ്റെ കൺസീലറാണ് ആക്ച്വലി. പക്ഷേ ഞാനിപ്പോൾ കൺസീലർ ഫൗണ്ടേഷനായിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. കാരണം മറ്റേതെല്ലാം എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര മടിയായതുകൊണ്ട് ഇതാകുമ്പോൾ കുഞ്ഞൊരു സാധനമാണ്. അങ്ങനെ ഞാനത് ഫേസിലെല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ബ്ലെൻഡറിൻ്റെ യൂസ് ഭയങ്കര വലുത് തന്നെയാണ്. കാരണം നമുക്കൊരു ഈവൻനെസ് ഫീൽ ചെയ്യും ഫേസിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് തന്നെ ഫേസിലിട്ടാലും ബ്ലെൻഡർ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എല്ലായിടവും ഒരേപോലെ ഇരിക്കും. ഇല്ലെങ്കിൽ ചില സ്ഥലത്ത് കൂടി ചില സ്ഥലത്ത് കുറഞ്ഞ് അങ്ങനെയൊക്കെ ആവും. നമുക്ക് മൊത്തത്തിലൊരു തൃപ്തി ഉണ്ടാവില്ല. ഇപ്പോൾ ബ്ലെൻഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ആ ഒരു ഫേസിൽ ആ ഒരു ലുക്ക് സെറ്റായിരിക്കും. അതിനിടയ്ക്ക് ഞാൻ അമ്മയോട് എന്തൊക്കെയോ കിടന്ന് അലയ്ക്കുന്നുണ്ട്, അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് ഇടാം. അടുത്തത് കോമ്പാക്ട് പൗഡറാണ്. ഇതും ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു ഈവൻനെസ് ഉണ്ടാവാൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്തത് ഞാൻ യൂസ് ചെയ്യുന്നത് മസ്കാരയാണ്. മസ്കാര ശരിക്കും നമ്മുടെ കൺപീലിയൊക്കെ നല്ല രീതിയിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേക ഭംഗിയുമാണ്. പ്രത്യേകിച്ച് അത്യാവശ്യം വലിയ കണ്ണുകളൊക്കെ ഉള്ളവർക്ക് മസ്കാര ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. അതിനുശേഷം ഞാൻ ഐലൈനറാണ് ഇടുന്നത്. ഐലൈനർ ഞാൻ ഭയങ്കരമായിട്ട് വീതിയൊന്നും കൊടുത്തെഴുതുന്നില്ല, ജസ്റ്റ് ലൈറ്റായിട്ടൊരു ടച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ കണ്ണിൻ്റെ എൻഡിലേക്ക് മാത്രം കുറച്ച് ബോർഡർ കൂട്ടി അങ്ങനെ മാത്രമാണ് വരയ്ക്കുന്നത്. അതിനിടയ്ക്ക് പിന്നെ ഞാൻ എന്തോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഷുഗറിൻ്റെ കാജലാണ് എഴുതുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു കാജലാണ് കേട്ടോ. ഷുഗറിൻ്റെ ആയതുകൊണ്ട് തന്നെ നമ്മൾ എഴുതി കഴിഞ്ഞാലും ഒരു നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സാധനം. നല്ലൊരു പ്രൊഡക്റ്റാണ്.
ഇനി നമുക്ക് ഐ ഷാഡോ ഇടാം. ഇന്നത്തെ ശരിക്കും 4 വരുന്നൊരു സംഭവമാണ് ഐ ഷാഡോ. അതിൽ ഗ്ലിറ്റർ വരുന്നൊരു ഐ ഷാഡോ ഉണ്ട്, അത്യാവശ്യം അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അത് ഞാൻ കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ ചീക്സിലും അവിടെയും അതുപോലെ മൂക്കിൽ ഒരു ചെറിയൊരു ലൈനർ പോലെയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇതേ ഐ ഷാഡോയിൽ തന്നെ ഒരു ബ്രൗൺ കളർ ഒരു സംഭവമുണ്ട്. അതാണ് ഞാൻ മിക്കവാറും ഇപ്പം ഐബ്രോസിൽ എഴുതാറുള്ളത്. ഐബ്രോസിൽ ഞാൻ അങ്ങനെ അല്ലാണ്ട് വേറെ പെൻസിൽ വെച്ചിട്ടൊന്നും എഴുതാറില്ല. ഇതാകുമ്പോൾ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ചെറിയൊരു കളർ കൊടുത്താൽ മതിയല്ലോ, നമ്മൾ ഓവറായിട്ട് എഴുതിയ പോലെ ഫീൽ ചെയ്യണ്ട. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്, പ്ലമ്മിൻ്റെയാണ്. അപ്പോൾ ഇത് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇത് അല്ലാണ്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര കളറാണ്. അപ്പോൾ കളർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഡോട്ട് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ കൈ വെച്ച് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു ലിപ്സ്റ്റിക്കാണ്, നല്ലൊരു കളറാണ്. ഇനി ഒരു കുഞ്ഞ് സ്റ്റോണിൻ്റെ, ഒരു വൈറ്റ് സ്റ്റോണിൻ്റെ പൊട്ടും കൂടെ വെച്ചു. സുന്ദരിയായി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. കൊള്ളാം അല്ലേ? പിന്നെ ഞാൻ പോയി മുടിയെല്ലാം ചീകി സെറ്റ് ചെയ്തു. ഞാൻ ഓർത്തു ആദ്യം ഇങ്ങനെ ഇടാമെന്ന്, പക്ഷേ പിന്നെ വിചാരിച്ചു അത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഇറിറ്റേഷനാവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ചെറിയ ക്ലിപ്പ് ചെയ്ത് ഇട്ടു. പിന്നെ കുളിച്ചതുകൊണ്ട് മുടി ഉണങ്ങിയിട്ടില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ടാറ്റാ ബൈ ബൈ.